നമസ്കാരം. ഇന്ന് എൻ്റെ കയ്യിലുള്ളത് അല്ലെങ്കിൽ ഞാൻ ഇന്നുള്ളത് ഒരു F-Typeലാണ്. F-Type എന്ന് പറഞ്ഞാൽ വെറും F-Type അല്ല, സൂപ്പർ ചാർജ്ഡ് V6. ഇതൊരു ഡ്രൈവേഴ്സ് കാറാണ് എന്ന് നിസ്സംശയം പറയാം. അപ്പോൾ ഇത് രാമേട്ടൻ്റെ കാറാണ്. ഗോവിസിയുടെ ഞാൻ പലപ്പോഴും പരിചയപ്പെട്ടുള്ള രാമേട്ടനാണ്. അവസാനം ഞാൻ വീട്ടിൽ കൊണ്ടുവരാം. അപ്പോൾ രാമേട്ടനോട് ചോദിച്ചു ഞാൻ പോർഷെ 911 അതല്ലെങ്കിൽ പോർഷെ 911 അതല്ലെങ്കിൽ ബോക്സർ അതല്ലെങ്കിൽ അങ്ങനെയുള്ള വണ്ടികളൊന്നും വാങ്ങാതെ എന്തുകൊണ്ടാണ് ഈ ഒരു F-Type മേടിച്ചെന്ന് വെച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞ കാര്യമുണ്ട്. അതായത് ഈ ഒരു വണ്ടിയുടെ ഒരു ഡ്രൈവിംഗ് മാനേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഹാൻഡ്ലിംഗ് ബിഹേവിയർ അതൊക്കെ മാച്ച് ചെയ്യാനാവാത്തതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഞാനിത് രാവിലെ മുതൽ ഓടിക്കുന്നുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങളിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല എന്നുള്ളത് നിസ്സംശയം പറയാവുന്ന തരത്തിലാണ് ഈ വണ്ടിയുടെ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ 380 HP 420 Nm V6 സൂപ്പർ ചാർജർ അതാണ് ഇതിൻ്റെ സ്പെക്ക് എന്ന് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ ശരിക്കും റേസിംഗ് DNA ഉള്ള ഒരു വണ്ടിയാണ് F-Type എന്ന് പറയാം. ഇപ്പോൾ C-Type അതല്ലെങ്കിൽ D-Type അതല്ലെങ്കിൽ E-Type ഒരു ആൽഫബറ്റിക് ഓർഡറിലാണ്. അവിടുന്ന് അങ്ങോട്ടാണ് F-Type വരുന്നത്. ഇപ്പോൾ ലേമാൻസ് എന്ന് പറയുന്നത്, ലേമാൻസിൻ്റെ കാര്യം അറിയാം. ഇപ്പോൾ ഫോർഡ് എന്ന് പറയുന്ന കമ്പനി ഒരു റേസിംഗ് കാർ ഉണ്ടാക്കിയ ഒരു റേസിംഗ് ആയിരുന്നു ആ ഒരു ലേമാൻസ്. ആ ഒരു 24 hours എൻഡ്രൻസ് റേസിംഗ്, ആ ഒരു റേസിംഗ് പലവട്ടം കരസ്ഥമാക്കിയ വണ്ടികളാണ് D അല്ലെങ്കിൽ ആ ഒരു C ഒക്കെ. അവിടുന്ന് അങ്ങോട്ട് E-Type എന്ന് പറയുന്ന ആ ഒരു വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എൻസോ ഫെരാരി ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ കാർ എവർ മെയ്ഡ് എന്ന് വിശേഷിപ്പിച്ച E-Typeന്റെ പിൻഗാമി എന്ന് വിളിക്കാവുന്ന F-Typeന്റെ ഈ ഒരു കൂപ്പെ എന്ന് പറയുന്ന കാര്യം, ഇതിന് കൂപ്പയും കൺവെർട്ടബിളും ഉണ്ട്. എനിക്ക് തോന്നുന്നു മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കൂപ്പയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മുകളിൽ കുറച്ചധികം കസ്റ്റമൈസേഷൻ അവിടെ വരുത്തിയിട്ടുണ്ട്. അതായത് വീല് മാറ്റി, പെയിൻറ്റ് മാറ്റി, ഒത്തിരി കസ്റ്റമൈസ് ചെയ്ത് അവനവൻ്റെ ആ ഒരു ലുക്കിലേക്ക് ആക്കി അല്ലെങ്കിൽ അവൻ്റെ ഒരു ടേസ്റ്റിലേക്ക് വന്നു. എന്നാലും ഇതിൻ്റെ അണ്ടർനീത്ത് എന്ന് പറയുന്നത് തീർത്തും ഒരു റേസിംഗ് DNA ഉള്ള ഒരു സ്പോർട്സ് കാർ ആണെന്നുള്ളത് നിസ്സംശയം പറയാവുന്ന കാര്യമാണ്. അങ്ങനെ പറയുമ്പോൾ കാല് കൊടുത്തുകൊണ്ട് ഓടിക്കുമ്പോൾ ശരിക്കും ആ ഒരു ഫീൽ നമുക്കറിയാം. അതായത് ഡൈനാമിക് മോഡ് അതല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ സാധാ മോഡ്, ഇപ്പോൾ ഫോർ വീൽ ഡ്രൈവിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സ്നോ മോഡ്, അങ്ങനെ മോഡുകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഞാൻ ഈ വണ്ടി ശരിക്കും എൻജോയ് ചെയ്ത് ഓടിക്കാനുണ്ട് സ്പോർട്സ് കാർ എന്ന നിലയ്ക്ക്. അതായത് എനിക്ക് ഓടിക്കാനായിട്ടുള്ള ആ ഒരു ഫീൽ ഫണ്ണെന്ന് പറയുന്നത് ഞാനിനി പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതായത് തീർത്തും ആ ഒരു റേസിംഗ് DNA ആ റേസിംഗിൻ്റെതായിട്ടുള്ള എല്ലാവിധ ആ ഒരു കാര്യങ്ങളുമുള്ള ഒരു വണ്ടിയാണ് ഈ ഒരു F-Type എന്നുള്ളതാണ്. അത് മാത്രമല്ല അതിൻ്റെ സ്റ്റിയറിംഗ് ഒക്കെ അത്യാവശ്യം നല്ല പറയുള്ളത്. സ്റ്റിയറിംഗ് ഒക്കെ തീർത്തും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രൈവേഴ്സ് കാറിൻ്റെ സ്റ്റിയറിംഗ് എന്ന നിലയ്ക്കാണ്, നല്ല പ്രിസൈസാണ്. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ സസ്പെൻഷൻ എന്ന് പറയുന്നത് തീർത്തും ഒരു സ്പോർട്സ് കാർ സസ്പെൻഷനാണ്. ഇപ്പോൾ നോർമൽ റോഡിൽ അല്ലെങ്കിൽ അൺഡുലേഷൻസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. പക്ഷേ ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യം വരുമ്പോൾ തീർത്തും നമ്മളെ ഏതൊരു കോർണറിലും പിടിച്ചിരുത്താൻ തക്കവണ്ണം പര്യാപ്തമായിട്ടുള്ള ആ ഒരു സസ്പെൻഷൻ്റെ ആ ഒരു ഫീലും അല്ലെങ്കിൽ ഫീഡ്ബാക്കും സ്റ്റിയറിംഗിൻ്റെ ആ ഒരു കൺട്രോളും എല്ലാം അൺമാച്ചബിൾ ആണെന്ന് പറയാം. അപ്പോൾ ഇത് ഇറങ്ങുന്ന സമയത്ത് 2013 ഇതിന് 2,80,00,000 രൂപയോളം വില ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇന്ന് ഇതിൻ്റെ വില ഞാൻ അവരോട് ചോദിക്കുന്നില്ല. കാരണം എക്സ്ക്ലൂസീവ് കാറാണ്, കേരളത്തിലാകെ ഒരെണ്ണം മാത്രമുള്ള കാറിൻ്റെ വില ചോദിച്ചിട്ട് ഞാൻ ആ ഒരു വണ്ടിയുടെ ഒരു എന്താ പറയുക ലുക്കിന് പെർഫോമൻസ് അവമാനിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതെന്തായാലും നിങ്ങൾ ഭാവനയെ കണ്ടോളൂ. എന്തായാലും ഓടിക്കാൻ നല്ല രസമുള്ള ഒരു സ്പോർട്സ് കാർ എന്ന നിലയ്ക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും ഈ വണ്ടിയുടെ പ്രത്യേകതയായിട്ട് പറയാം. വലിയ വീലുകളാണ്, തീർത്തും പറഞ്ഞാൽ റിയർ വീൽ ഡ്രൈവ് ആയിട്ടാണ് ഇപ്പോൾ ഓടിക്കുന്നത്. അത്യാവശ്യം വേണമെങ്കിൽ ഡ്രിഫ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ എന്താ പറയുക ഒന്ന് ആ ഒരു ഫൺ ഫാക്ടർ എടുത്ത് ഓടിക്കാനൊക്കെ പറ്റുന്ന ഒരു വണ്ടി എന്ന നിലയ്ക്ക് തീർത്തും മികവുള്ള ഒരു വണ്ടി അല്ലെങ്കിൽ തീർത്തും രസമുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു സ്പോർട്സ് കാർ എന്ന നിലയ്ക്കാണ് ഞാൻ ഈ ഒരു F-Type കാണുന്നത്. അപ്പോൾ ഇത് ഓടിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫണ്ണ് തീർത്തും അറിയാമെന്നുള്ള കാര്യം കൂടി ഉണ്ട്. അതായത് നമുക്ക് ആ ഒരു ഫണ്ണ് തീർത്തും അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ചിരിച്ചുകൊണ്ട് ഓടിക്കുന്ന ഒരു വണ്ടി എന്നൊക്കെ വേണമെങ്കിൽ ഈ ഒരു F-Type പറയാം. അപ്പോൾ അതാണ് F-Type ഈ വീഡിയോയുടെ രത്ന ചുരുക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഡ്രൈവിൻ്റെ കാര്യം പറഞ്ഞ് കാട് കയറി. ഇനി പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ലുക്കിനെ കുറിച്ചാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 2-door കൂപ്പേ എന്നുള്ള നിലയ്ക്ക് ബൂട്ടിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഒരു സ്പെയർ ടയർ ഉണ്ട്. ആ സ്പേസൊക്കെ ആ ഒരു സ്പെയർ ടയർ അപകരിച്ചിട്ടുണ്ടെങ്കിൽ കൂടി അത്യാവശ്യം സ്പേസ് ഉണ്ട്. അത് മാത്രമല്ല ആ ഒരു ബൂട്ടിനോട് അല്ലെങ്കിൽ ആ ഒരു ബൂട്ടിനോട് ചേർന്ന് നിൽക്കുന്ന സ്പോയിലർ നമുക്ക് ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാനും പറ്റും. സ്പീഡ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിപ്ലോയ് ആവുന്നുണ്ട്. ഇനി ഫ്രണ്ടിലാണെങ്കിൽ പ്രൊജക്ടറിലായിട്ടുണ്ട് വിത്ത് വാഷേഴ്സാണ്. കൂടാതെ ഫ്രണ്ട് ഹിഞ്ചിലാണ് ആ ഒരു ബോണറ്റ് എന്ന് പറയുന്നത്. തീർത്തും വലിപ്പമുള്ളൊരു ബോണറ്റാണ്. ആ ബോണറ്റിനകത്ത് ആ ഒരു V6 എഞ്ചിൻ തീർത്തും നന്നായി തന്നെ ഫിറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. ഇനി വശങ്ങളിലാണെങ്കിലും സ്കേർട്ടിങ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും തീർത്തും നല്ല ലുക്ക് കൊടുക്കുന്നുണ്ട്. ആ വീലിൻ്റെ കാര്യമാണെങ്കിലും അതായത് നല്ല ഭംഗിയുള്ള ഒരു വീലിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വണ്ടിയുടെ കാര്യം പറയുമ്പോൾ. ആ ഒരു വീല് ബ്ലാക്കിലാണ്. ആ ഒരു വീലിനകത്ത് യെല്ലോ കാലിപ്പർ കാണാൻ നല്ല ഭംഗി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ പിന്നിലെ ലൈറ്റുകളും തീർത്തും ഈ ഒരു വണ്ടിയുടെ ആ ഒരു രൂപത്തോട് ചേർന്ന് നിൽക്കുന്ന തന്നെയാണ്. അതുപോലെ വശങ്ങളിലെ ആ ഒരു എന്താ പറയുക ഫ്രെയിംലെസ് വിൻഡോയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ വണ്ടിയെ തീർത്തും മനോഹരമാക്കുന്നുണ്ട്, ബ്യൂട്ടിഫുൾ ആക്കുന്നുണ്ട്. തീർത്തും ആളുകളുടെ ആ ഒരു കണ്ണിൽ കൗതുകം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇനി ആദ്യം കയറി കഴിഞ്ഞാൽ ഈ സ്റ്റിയറിംഗിൻ്റെ കാര്യം പറയണം. ടിൽറ്റും റീച്ചും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് വന്ന പാഡ് ഷിറ്റോടുകൂടി ഒരു സ്റ്റിയറിംഗ് വീൽ എന്ന് പറയുന്നത് ലെതർ റാപ്പിഡ് ആണ്. അത് മാത്രമല്ല ഒരു മീഡിയ സ്ക്രീനുണ്ട്. അത്യാവശ്യം ഇൻറ്റ്യൂറ്റീവ് ആയിട്ടുള്ള അത്യാവശ്യം ആ ഒരു റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു മീഡിയ സ്ക്രീനിൽ നാവിഗേഷൻ അടക്കമുള്ള എല്ലാ കാര്യങ്ങളുണ്ട്. സ്വിച്ച് ഓൺ ചെയ്താൽ പൊന്തി വരുന്ന AC വെൻറ്റുകൾ, കൂടാതെ ആ ഒരു ടാക്കോ സ്പീഡോമീറ്റർ നടുവിലുള്ള MID അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും 2016 വണ്ടിയാണെന്നുള്ളത് നമുക്ക് തോന്നിപ്പിക്കും. കാരണം ഇന്നത്തെ കാലത്തെ വണ്ടികളുമായിട്ട് ഒരു
കമ്പാരിസൺ ഇല്ല. പക്ഷേ ടൈംലെസ് ആണ്. അതായത് ഒരു കാലത്തും പഴകാത്ത കുറേ അധികം ഫീച്ചേഴ്സ് സവിശേഷതകളുണ്ട്. ഡ്യുവൽ സോൺ AC ഉണ്ട്. അത് മാത്രമല്ല ഈ ഒരു സ്റ്റാർട്ട് സ്റ്റോപ്പ് പോലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഈ വണ്ടിയുടെ കാര്യത്തിൽ ഫ്യൂൽ എഫിഷ്യൻസി കാര്യം ചിന്തിക്കേണ്ട കാര്യമില്ല. എന്നാലും ഫ്യൂൽ എഫിഷ്യൻസി വേണ്ടിയുള്ള ആ ഒരു സ്റ്റാർട്ട് സ്റ്റോപ്പ് ഉണ്ട്. കൂടാതെ മോഡ് സെലക്ടർ ഉണ്ട്, സ്റ്റീരിയോയുടെ ഒരു വോളിയം കൺട്രോൾ, ട്രാക്ഷൻ ഓഫ് ചെയ്യാനുള്ള സ്വിച്ച്, അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാം. 2 കപ്പ് ഹോൾഡർ ഉണ്ട്. അപ്പോൾ കപ്പ് ഹോൾഡറും ഡോർ പോക്കറ്റുകളൊക്കെ അത്യാവശ്യം യൂസബിൾ ആണ്. നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ തീർത്തും വൃത്തിയായി തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. കൂടാതെ ഒരു ആംറസ്റ്റ് കാണാം. ഇനി പിന്നിലായിട്ടാണെങ്കിലും ഈ ഒരു സ്പാർക്കോയുടെ ഒക്കെ സീറ്റ് പോലുള്ള ഒരു സീറ്റിൻ്റെ പിന്നിൽ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ആ സ്റ്റോറേജ് സ്പേസിൽ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും. അത് മാത്രമല്ല AC വെന്റുകളും ഡോർ പാഡുകളും തമ്മിൽ ചേർന്നൊരു ഭാഗമൊക്കെ തീർത്തും മനോഹരമാണെന്ന് തന്നെ പറയാം. പിന്നെ കണ്ട കൗതുകങ്ങളിൽ ഗ്ലോ ബോക്സിൻ്റെ ലീഡ് തുറക്കുന്നത് വളരെ ഈസിയാണ്. അത് മാത്രമല്ല ഈ ടോഗിൾ സ്വിച്ചുകൾ അത്യാവശ്യം നല്ല മനോഹരമാണ്. ചെറിയ കോയിൻ ഹോൾഡേഴ്സ് ഉണ്ട്, സിഗരറ്റ് ലൈറ്റർ ഉണ്ട്. അത് മാത്രമല്ല കാർ ഇൻഡസ്ട്രിയിലെ ഏറ്റവും ചെറിയ സൺവൈസർ എന്ന് വിളിക്കാവുന്ന സൺവൈസർ ഉണ്ട്. ഒരു മൂൺ റൂഫ് അല്ലെങ്കിൽ സൺ റൂഫ് എന്ന് പറയുന്ന റൂഫുണ്ട്. ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, പക്ഷേ ആ ഒരു ഗ്ലാസ് ഉണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സൗണ്ട് ക്വാളിറ്റിയുള്ള മെറിഡിയൻ്റെ സിസ്റ്റമാണ്, ആ ഒരു സൗണ്ട് സിസ്റ്റമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ പാഡ് ഷിഫ്റ്റേഴ്സ് വേറൊരു കളറിലാണ്. ആ ഒരു കളർ എന്ന് പറയുന്നത് അതുമാത്രമല്ല ആ ഒരു സ്റ്റാർട്ട് സ്റ്റോപ്പിനും ആ ഒരു പാഡ് ഷിഫ്റ്ററിനും ആ ഒരു മോഡ് സെലക്ടറിനുമുള്ള ആ ഒരു കളർ ഒരു മൈന്യൂട്ട് ഡീറ്റെയിലിംഗ് ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇനി ഓട്ടോ വൈപ്പേഴ്സ് കാണാം, അല്ലെങ്കിൽ ഓട്ടോ ഹെഡ് ലാംപ്സ് കാണാനുള്ള ഫീച്ചേഴ്സ് ഒക്കെ തന്നെ ഉണ്ട്. ഇനി ഈ ഇരിക്കുന്ന സീറ്റ് എന്ന് പറയുന്നത് സീറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ സീറ്റിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് തീർത്തും ഒരു റേസ് കാർ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് കാറിൻ്റെ ആ ഒരു സീറ്റിംഗ് പൊസിഷനാണ്. അത് മാത്രമല്ല നമ്മളിരിക്കുന്ന ആ ഒരു സീറ്റിൻ്റെ ആ ഒരു ലെതർ ക്വാളിറ്റി എക്സെപ്ഷണലാണ്. നമ്മളിരിക്കുമ്പോൾ നമ്മളെ തീർത്തും ചൂടാണെങ്കിലും പുറത്തൊന്നും ചൂടടിക്കാൻ തക്കവണ്ണം അല്ലാത്ത വിധത്തിലുള്ള ഒരു സീറ്റിൻ്റെ ഒരു കംഫർട്ട് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ എന്താ പറയുക ഇരുന്ന് എത്ര ദൂരം വേണമെങ്കിൽ യാത്ര ചെയ്യുന്ന തരത്തിലാണ്. അപ്പോൾ സസ്പെൻഷൻ്റെ ആ ഒരു ഹാർഡ് ഫീലിംഗ് എന്ന് പറയുന്നത് നമുക്ക് മെല്ലെ ഓടിക്കുമ്പോൾ ഫീൽ ചെയ്യുമെങ്കിലും കാല് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഫൺ എന്ന് പറയുന്നത് വേറെ ആയതുകൊണ്ട് അത് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അതൊരു കാര്യമായിട്ട് കാണാൻ. സ്പോർട്സ് കാറുകളിലെല്ലാം തന്നെ ആ ഒരു DNA അങ്ങനെയാണെന്നുള്ളതാണ്. ഇതൊരു 2 സീറ്റർ 2 ഡോർ സ്പോർട്സ് കാറാണ്. ആ ഒരു കാറിൻ്റെതായിട്ടുള്ള എല്ലാ എക്സ്ക്ലൂസിവിറ്റിയും എല്ലാ ബെനിഫിറ്റുകളുമുള്ള ഒരു എന്താ പറയുക ഡ്രൈവേഴ്സ് കാർ എന്ന നിലയ്ക്ക് കാണാവുന്ന ഒരു വണ്ടിയാണ് ഈ ഒരു F-Type എന്നുള്ളതാണ്. ഇനി പറയേണ്ടത് കുറച്ച് കൗതുകങ്ങളെ കുറിച്ചാണ്. ഇപ്പോൾ പുതിയ തലമുറ വണ്ടികൾ കാണാത്ത മീഡിയ സ്ക്രീനിൻ്റെ ഇരുവശത്തും ആ ഒരു ഷോർട്ട് കട്ട് സ്വിച്ചുകളുണ്ട്. എനിക്ക് തോന്നുന്നു വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ആ ഒരു സ്വിച്ചുകളായിട്ട് തന്നെ വേണം. ടച്ച് ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് യൂസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ടൈംലെസ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് എപ്പോഴും ഇഷ്ടമാണ്. അത് മാത്രമല്ല ഈ ഒരു AC കൺട്രോൾസിനകത്തുള്ള ആ ഒരു ഡയൽസ് ഡ്യുവൽ സോൺ ആണ്. ആ ഒരു ഡയൽസിനകത്താണ് ആ ഒരു കൺട്രോൾസിൻ്റെ ആ ഒരു നമ്പേഴ്സൊക്കെ കാണിക്കുക, ലോ ആണെങ്കിലും അല്ലെങ്കിൽ നമ്പേഴ്സൊക്കെ കാണിക്കുക. അതൊക്കെ തീർത്ത് നല്ല കൗതുകം ഉണ്ടാക്കുന്നുണ്ട്. MIDയിൽ ജാഗ്വാറിൻ്റെ ഒരു ചാടുന്ന ആ ഒരു ലോഗോ ഉണ്ട്, അത് നല്ല കാര്യമാണ്. കൂടാതെ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് 6 ലിറ്റർ പെർ 100 കിലോമീറ്റർ ആണ്. നമ്മളിങ്ങനെ ചവിട്ടി പൊളിച്ച് ഓടിച്ചിട്ട് കൂടി അത്യാവശ്യം നല്ല ഒരു ഫ്യൂവൽ എഫിഷ്യൻ്റ് ആണെന്ന് തോന്നി. കൂടാതെ ഈ ബ്ലാക്ക് ഇൻറ്റീരിയറും കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കാണാനുള്ള ഭംഗി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർത്തും ശരിയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. എന്നിരുന്നാൽ കൂടി വണ്ടി ഓടിക്കാനുള്ള ഫണ്ണും അല്ലെങ്കിൽ കാല് കൊടുത്താൽ കിട്ടുന്ന ആ ഒരു സുഖവും അല്ലെങ്കിൽ കാല് കൊടുത്താൽ കിട്ടുന്ന ആ ഒരു എന്താ പറയുക ഓർഗാസം ഞാൻ പറഞ്ഞില്ല, കാർഗാസം പോലുള്ള കാര്യങ്ങളൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വണ്ടിയെ മറ്റുള്ള വണ്ടികളിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. എനിക്ക് തോന്നുന്നു രാമേട്ടൻ കോട്ട് റൈറ്റ്. അപ്പോൾ നമുക്കൊന്ന് ഗ്ലാസ് താത്തിയിട്ട് ഞാൻ ഒന്നിങ്ങനെ ഡൈനാമിക് മോഡിലാക്കിയിട്ട് ഒന്ന് കാല് കൊടുക്കാണ്. ഒരു വണ്ടി വാങ്ങുന്നതും വിവാഹവും തമ്മിൽ ഒരു ചെറിയ സാമ്യതയുണ്ട്. ഇയാളിത് എന്താണ് പറയുന്നത് നോക്കണ്ട. അതായത് അറേഞ്ച്ഡ് മാരേജും പ്രണയവിവാഹവും തമ്മിലുള്ള വ്യത്യാസം. ഒരു വണ്ടി വേണം. അപ്പോൾ കല്യാണത്തെ സംബന്ധിച്ച് പ്രായമായി ശരി ഒരു പെണ്ണ് കണ്ടേക്കാം, പെണ്ണ് കണ്ടി കല്യാണം കഴിക്കാം എന്നുള്ള ലെവലിൽ ഷോറൂം പോയിട്ട് വണ്ടി വാങ്ങുന്നതും അതല്ല പ്രേമിച്ച് കുറേ കാലം കൂടെ നടന്ന് ഇഷ്ടപ്പെട്ട് മോഹിച്ച് വാങ്ങുന്നതുമുള്ള ആ ഒരു വ്യത്യാസമുണ്ട്. ആ ഒരു കാര്യമാണ് എനിക്ക് ഈ ഒരു F-Type കുറിച്ച് പറയാനുള്ളത്. അതായത് രാമേട്ടൻ ശരിക്കും കണ്ടുപിടിച്ച് കൊണ്ടുവരുന്ന വണ്ടിയാണ് ഈ ഒരു F-Type. രാമേട്ടൻ വരൂ. രാമേട്ടനെ പരിചയപ്പെടുന്ന കാര്യമില്ല. നിസാൻ പട്രോൾ മൂലം അങ്ങോട്ട് നമ്മുടെ ഒരുപാട് വീഡിയോസിൽ രാമേട്ടൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഈ ഒരു F-Type കുറിച്ച് പറയണം. ഇത് എവിടെ നിന്ന് കിട്ടി, ഏത് മോഡൽ, എന്താണ് സ്പെസിഫിക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രാമേട്ടൻ്റെ വായിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഓക്കെ, എനിവേ താങ്ക്സ് രാജേഷ്. എഗെയിൻ ഒരു വട്ടം കൂടി നമുക്കൊരു വീണ്ടും സംസാരിക്കാനും കണ്ടുകൊണ്ടാനും F-Type ആണ് കാരണമായത്. പട്രോൾ കഴിഞ്ഞിട്ട് പിന്നെ സ്പാർക്ക് സ്റ്റോറീസിൽ വന്ന് മില്യൺ അടിച്ച വ്യൂസ് ഉണ്ടായി. എവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് വീഡിയോസ് രാമേട്ടൻ വന്നു. ശരിക്കും എന്താ പറയുക ഓൺലൈൻ ലോകത്തൊന്ന് തിളങ്ങി അല്ലേ? അങ്ങനെ തിളങ്ങിയൊന്നുമില്ല. ഓൺലൈൻ ലോകത്ത് നമുക്ക് നമ്മുടെ യാഥാർത്ഥ്യങ്ങൾ പറയാനുള്ള ഒരു അവസരം ലഭിച്ചു എന്നുള്ളതാണ് സത്യം. ഈ കൂടുതൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പോൾ ഇലക്ട്രിക് ആണ് ഫ്യൂച്ചർ എന്ന് പറയും. അപ്പോൾ മറ്റ് രാജ്യങ്ങളിലെ പോലെ ഇന്ത്യയിലും ഇലക്ട്രിക് കാറുകളുടെ വിപുലതയുണ്ട്. ആ ഒരു ഇലക്ട്രിക് കാറുകളുടെ വളർച്ചയ്ക്ക് കേരളത്തിൽ ഇവരെ പോലുള്ള ആളുകൾ, പ്രത്യേകിച്ച് രാമേട്ടനെ പോലുള്ള ആളുകൾ സഹായകമായെന്ന് പറയണം. കാരണം GoEC എന്ന് പറഞ്ഞ ഇലക്ട്രിക് ചാർജിങ് നെറ്റ്വർക്കിൻ്റെ സ്ഥാപകൻ കൂടിയാണ് PG രാമനാഥ് എല്ലാവരും വിളിക്കുന്നത്. ഞാൻ രാമേട്ടൻ എന്ന് വിളിക്കുന്ന ഇദ്ദേഹം. ഓക്കെ, നമുക്ക് GoECയിലേക്ക് വരാം. അതിന് മുന്നേ നമുക്ക് ഈ ഒരു വണ്ടിയുടെ കാര്യങ്ങളിലേക്ക് പോകാം. വെഹിക്കിൾ നമ്മളെടുത്തത് ഗുഡ്ഗാവ് എന്നാണ്. ഓക്കെ, ഹരിയാനയിൽ നിന്നാണ് ബേസിക്കലി എടുത്തിട്ടുള്ളത്. 2016 മോഡലാണ് വെഹിക്കിളുള്ളത്. വെഹിക്കിളിൻ്റെ കളർ ചേഞ്ചസ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. വെഹിക്കിൾ 3 ലിറ്റർ
V6 ആണ്, സൂപ്പർ ചാർജർ ആണ്. അതെ, സൂപ്പർ ചാർജർ ആണ്. ഫുള്ളി മോഡിഫൈഡ് കാര്യങ്ങൾ പറയുമ്പോൾ വീല് മാറ്റിയിട്ടുണ്ട്, സ്കേർട്ടിംഗ് ഉണ്ട്, കൂപ്പേ മോഡലാണ്. യെസ്, വീല് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, നമ്മൾ സ്കേർട്ടിംഗ് ചെയ്തിട്ടുണ്ട്, കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, സം സ്മോൾ കോസ്മെറ്റിക് തിങ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഉറപ്പായിട്ടും ശരിക്കും ഈ വണ്ടിയുടെ ആ ഒരു കൗതുകം ശരിക്കും ഉണ്ട്. കേരളത്തിൽ അധികം ഇല്ല എന്നുള്ളൊരു കാര്യം കൂടി വണ്ടിക്കുണ്ട്, എക്സ്ക്ലൂസിവിറ്റി കൂടി ഉണ്ട് എന്നുള്ളതാണ് അല്ലേ? യെസ്, കേരളത്തിൽ ഇല്ല. ഇവിടെ ജാഗ്വർ ലാൻഡ് റോവറിന്റെ ഷോറൂമിൽ നിന്ന് ഒരു വണ്ടിയാണ് അവർ ഡെലിവറി ചെയ്തിട്ടുള്ളത്. അത് കോയമ്പത്തൂർ ഏതോ ഭാഗത്തേക്കാണ്. അത് ശരി, അത് ശരി. അപ്പോൾ ശരിക്കും എക്സ്ക്ലൂസീവ് ആണ്, അങ്ങനെ പറയാം. ഓക്കെ. അപ്പോൾ ഇനി ഗോയിസിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, ഗോയിസ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്, അല്ലെങ്കിൽ ഒരു സംരംഭമാണ്. അപ്പോൾ ഒരുപാട് ചാർജ് സ്റ്റേഷൻ വേണ്ട, നമ്മൾ പേഴ്സണലായിട്ട് ഒരുപാട് ചാർജ് സ്റ്റേഷൻ ഇനാഗ്രേറ്റ് ഒക്കെ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇനിയുള്ള വളർച്ചയിലേക്ക് എന്തൊക്കെയാണ് ലുക്കിംഗ് ഫോർവേഡ്, എന്തൊക്കെ നോക്കിക്കാണുന്നത്? ഓക്കെ, ഗോയിഷിയുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് 1000 ചാർജേഴ്സ് ഇൻ 2023 എന്നുള്ളതാണ് നമ്മുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതിലിപ്പോൾ ഏകദേശം 757 ലൊക്കേഷൻസ് സെക്യൂർഡ് ആണ്. കപ്പിൾ ഓഫ് 200+ സ്റ്റേഷൻസ് അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്. ബാക്കിയുള്ളത് പൈപ്പ് ലൈനിലാണ്. സോ വി വിൽ ബി അച്ചീവിംഗ് 1000 സ്റ്റേഷൻസ് ഇൻ 2020. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഞാൻ നാനോയിട്ട് കാശ്മീർ ടു കന്യാകുമാരി പോയ പോലെ എനിക്ക് ഇലക്ട്രിക് കാറായിട്ട് പോകാൻ പറ്റണം. ഡെഫിനറ്റ്ലി അതിനുള്ള സംവിധാനമാണ് അടുത്ത് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ എല്ലാവിധ ആശംസകളും ജാഗ്വാറിന്. നന്ദി. ഇനി പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഞാൻ നേരത്തെ ഗോയിസിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇനി ഇലക്ട്രിക് കാറുകൾ വരികയാണ്, അതുപോലെ ഇലക്ട്രിക് യുഗം വരികയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10-20 വർഷം കഴിയുമ്പോൾ ഫോസിൽ ഫ്യൂവൽസ് കാർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഒരു കാലഘട്ടത്തിൽ കൽക്കരി വണ്ടി ഉണ്ടായിരുന്നു എന്ന് കേൾക്കുന്നൊരു പോലെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയെക്കുറിച്ച് കേട്ടറിയുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വണ്ടി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ അല്ലെങ്കിൽ സെർച്ച് എഞ്ചിനിൽ പോയി സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് പഴയ ജയറാം അല്ലെങ്കിൽ ആ ഒരു സത്യന്തിക സിനിമ കാണുമ്പോൾ 320 പിയിലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനിയുള്ള തലമുറയ്ക്ക് ഒരു ഫോസിൽ കാർ സെർച്ച് ചെയ്യുമ്പോൾ, ഒരു അംബാസഡർ സെർച്ച് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെ ജാഗ്വാർ സെർച്ച് ചെയ്യുകയാണെങ്കിൽ, അവർക്കും അത്യാവശ്യം, അന്ന് 4K ഒന്നും ആയിരിക്കില്ല, എന്നാൽ കൂടി അത്യാവശ്യം ക്വാളിറ്റിയുള്ള കണ്ടൻറ്റ് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന അന്ന് മുതൽ ഇങ്ങോട്ട് എല്ലാം 4K ആയിരുന്നു. അതിന് ഒരു സഹായമായ കാര്യം എന്ന് പറയുന്നത് ലുമിക്സിൻ്റെ ആ ഒരു ക്യാമറാസാണ്. ലുമിക്സ് ക്യാമറ നിങ്ങൾക്കറിയാം, TV ക്യാമറ ഒരുവിധം എല്ലാം ലുമിക്സാണ്. അപ്പോൾ ലുമിക്സിൻ്റെ ആ ഒരു G85 മുതലുള്ള ക്യാമറ എൻ്റെ അടുത്തുണ്ട്. അതുപോലെ S5 ആണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇന്ന് ഷൂട്ട് ചെയ്യുന്ന ക്യാമറ എന്ന് പറയുന്നത് S5 Mark II X ആണ്. അപ്പോൾ ആ ഒരു ക്യാമറ ഷൂട്ട് ചെയ്യുന്ന ആളെ കൂടി ഞാൻ വീഡിയോയിൽ കൊണ്ടുവരാണ്. കാരണം നിങ്ങൾക്ക് ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് ആരാണെന്നും കൂടി അറിയേണ്ട കാര്യമുണ്ടല്ലോ. ആരോൺ വരൂ. ഹായ്. ആരോൺ എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തു. എന്താണ് പരിപാടി, എന്താണ് കാര്യങ്ങൾ? ഞാൻ ആക്ച്വലി ഓട്ടോമോട്ടീവ് പ്രൊഫഷണലായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ കാർസ്, ബൈക്സ്, അങ്ങനത്തെ കുറച്ച് കോർപ്പറേറ്റീവ് വർക്ക്സ്, അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഞാൻ ചെയ്തു പോകുന്നത്. ഇതുപോലെ വ്ളോഗേഴ്സ് അല്ലെങ്കിൽ ഓട്ടോ ജേർണലിസ്റ്റിന് വേണ്ടി വീഡിയോ ചെയ്തിട്ടുണ്ടോ? ഓട്ടോ ജേർണലിസ്റ്റിന് വേണ്ടി ചെയ്തിട്ടില്ല. അതെ, ആക്ച്വലി ബ്രാൻഡിനാണ് കൂടുതലും ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആരോണിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ, എനിക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോ ആദ്യ വീഡിയോ ആണെന്ന് ഞാൻ പറഞ്ഞതിനേക്കാൾ ഉപരി എനിക്കറിയേണ്ടത് ആദ്യമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാമറയെ കുറിച്ചാണ്. അതായത് ഒരു പ്രീ പ്രൊഡക്ഷൻ ക്യാമറ എന്ന് പറയുമ്പോൾ നമുക്കത് കിട്ടി തുടങ്ങിയിട്ടില്ല അല്ലേ, ലോഞ്ച് ആയിട്ടില്ല. അതെ, ഇപ്പൊ നമ്മൾ യൂസ് ചെയ്ത ക്യാമറ എന്ന് പറഞ്ഞാൽ ലുമിക്സിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്യാമറയാണ്. അപ്പോൾ അത് ആക്ച്വലി അത് ലോഞ്ച് ആയിട്ടില്ല. അപ്പൊ അതിന്റെ ജസ്റ്റ് ഒരു ടെസ്റ്റ് ആയിട്ടാണ് നമുക്കിത് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മെയിൻലി ഇതിന്റെ വെയിറ്റ് ഭയങ്കരമായിട്ട് കുറച്ച്, പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ കളർ ഗ്രേഡിങ്, അങ്ങനത്തെ കുറെ കാര്യം, പിക്ചർ പ്രൊഫൈൽ, അതേപോലെ തന്നെ ഫോക്കസിങ് എല്ലാം ഭയങ്കര ഹൈലി ഫാസ്റ്റായി. അതായത് കുറച്ചും കൂടി ഭയങ്കര അഡ്വാൻസ്ഡ് ആയി എന്ന് പറയാം. മനസ്സിലായി. ആക്ച്വലി ലുമിക്സ് എന്ന് പറയുന്നത് അങ്ങനെ അധികം പേര് യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് അല്ല. പക്ഷേ ഒരു ഇൻ്റർനാഷണലി ഒരു ബ്രാൻഡ് ഫോക്കസ് ചെയ്യുമ്പോൾ ലുമിക്സ് അതിലൊരു മെയിൻ, ലുമിക്സ് അല്ലെങ്കിൽ പാനസോണിക് എന്ന് പറയുന്ന ബ്രാൻഡ് അതിൻ്റെ ഒരു മെയിൻ ഘടകം തന്നെ. മനസ്സിലായി. അപ്പോൾ ലുമിക്സ് S5 യൂസ് ചെയ്യുന്ന ഒരാളെന്ന് നിലയ്ക്ക് എനിക്ക് ഇതിൻ്റെ വ്യത്യാസങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ട് നിങ്ങൾ തീരുമാനിക്കും, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും. അപ്പോൾ പതിപോലെ ഈ ഒരു വീഡിയോ ഇവിടെ തന്നെ കരുതണം. അങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്, പിന്നെ ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ കിട്ടേ. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം. ഞാൻ താലം കൈമാറി എന്ന് പറയുമ്പോൾ ശരിക്കും വണ്ടി ഓടിച്ച് മതിയായിട്ടില്ല. പക്ഷേ എനിക്ക് ഈ സ്പോർട്സുകാരായിട്ട് എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് അറിയണം. അതിൻ്റെ കാര്യങ്ങൾ ചോദിക്കണം. രാമേട്ടാ, നമ്മൾ ആദ്യം പോകുന്നത് ബാഡ് റോഡിലേക്കാണ്. ബാഡ് റോഡിൽ നിന്ന് തുടങ്ങാം. പോട്ടെ. രാമേട്ട ഓർമ്മ ഉണ്ടോ, നമ്മൾ ഇതുപോലെ തന്നെയാണ് ആ ഒരു പട്രോൾ ഓടിച്ചു തോന്നുന്നു. രണ്ടുപേര് കൂടി ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ? നമ്മള് ഒരു ഓഫ് റോഡിൽ തന്നെയാണ്. ഓഫ് റോഡിലെന്ന് പറയുന്നത്. അതെ, ഇവിടുത്തെ ആളുകൾ ശരിക്കും പറഞ്ഞാൽ നമ്മളടുത്ത് വന്ന് പറഞ്ഞ് ഇവിടെ റേസിംഗ് ചെയ്യാൻ പാടില്ല പറഞ്ഞില്ലേ. എനിക്ക് തോന്നുന്നു സ്പോർട്സ് കാറുകളിൽ അല്ലെങ്കിൽ സ്പോർട്സ് ബൈക്കുകളുടെ സൗണ്ട് തീർത്തും മനസ്സിലാക്കാൻ തക്കവണ്ണം ഒരു ലെവലിലേക്ക് കേരളം അല്ലെങ്കിൽ ഇന്ത്യ എത്തിയിട്ടില്ല. അതുകൊണ്ട് ശരിയാണോ? കാരണം നമ്മൾ മെല്ലെ റേസ് ചെയ്യുന്ന സ്പീഡിലല്ല പോകുന്നത്. അതായത് ശരിക്കും വണ്ടിയുടെ ആ ഒരു ഐഡ്ലിങ്ങിൽ റേസ് ചെയ്യുമ്പോൾ പോലും ആളുകൾ പേടിക്കുന്നുണ്ട്. ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കണ്ടമാനം ഓൾട്രേഷൻസ് നടക്കുന്നുണ്ട്. വെഹിക്കിൾസിൽ കുറേ ഓൾട്രേഷൻ ചെയ്യുന്നു. അത് പ്രത്യേകിച്ച് ബൈക്കിൽ
ചെറിയ മിനി കാറുകളിലൊക്കെ ചെയ്ത് ജനങ്ങളെ വളരെയധികം ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ സാധാരണ എക്സോസ്റ്റ് ബിൽറ്റിനായിട്ടുള്ള വെഹിക്കിൾസിനെ കാണുമ്പോൾ പോലും ആൾക്കാർ തെറ്റിദ്ധരിക്കുകയാണ് ഇതേപോലെ ഷോ ഓഫ് കാണിക്കാൻ വേണ്ടി എക്സോസ്റ്റുകൾ അഡീഷണൽ ചെയ്തിട്ടുള്ള വെഹിക്കിൾസ് ആണെന്ന്. ഇതുകൊണ്ടാണ് ആൾക്കാർ എപ്പോഴും പ്രതികരിക്കുന്നത്, തെറ്റിദ്ധരിക്കപ്പെടുന്നത് അല്ലേ? അത് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. കാരണം V6 V8 ഒക്കെ അത്യാവശ്യം ലൗഡാണ്. പിന്നെ അതാണല്ലോ ആ എഞ്ചിന്റെ പ്രത്യേകത, അതാണല്ലോ എനിക്ക് ചോദിക്കാനുള്ളതേ. അപ്പൊ ആ ചോദ്യം എന്ന് പറയുന്നത്, സൂപ്പർ കാർ അല്ലെങ്കിൽ സ്പോർട്സ് കാറായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ലല്ലോ. രണ്ട് പർട്ടിക്കുലർ ആസ്പെക്റ്റ് ആണ് നമ്മൾ നോക്കി കണ്ടത്. ഒന്ന് കംഫർട്ടബിൾ എന്ന് പറയുന്ന ആസ്പെക്റ്റിനെയും, രണ്ട് എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ആസ്പെക്റ്റാണ്. ഫൈനാൻഷ്യൽ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് വണ്ടി മേടിക്കാനുള്ള കാശ് എന്നുള്ളതിനും ഉപരി അത് മെയിൻറ്റെയിൻ ചെയ്യാം. നമ്മൾ വിചാരിക്കുന്ന ലെവലിലേക്ക് വണ്ടി എത്തിക്കുക, അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരും. പക്ഷേ ഇതിലും വലിയൊരു ആസ്പെക്റ്റാണ് കംഫർട്ടബിൾ ആസ്പെക്റ്റ്. സാധാരണ നമ്മൾ ഉപയോഗിച്ച് വന്നിട്ടുള്ള മറ്റു വെഹിക്കിൾസ്, ലക്ഷറിയസ് ആയിട്ടുള്ള വെഹിക്കിളിൽ നിന്ന് ഒരു സ്പോർട്സ് മോഡലിലേക്ക്, ഒരു GT മോഡലിലേക്ക് നമ്മൾ കൺവേർട്ട് ആകുമ്പോൾ ഇമ്മീഡിയറ്റ്ലി നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ പുറമേ കാണുന്ന സൗന്ദര്യമൊന്നും ഇതിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ സുഖമില്ല എന്നുള്ളതാണ്. കംഫർട്ടിന്റെ ഒരു കാര്യമാണ്, റൈഡ് ക്വാളിറ്റി ഒക്കെയാണ് പറയണേ. റൈഡിങ്ങിൻ്റെ ഒരു ഫീല് ഓക്കെ. ഈ കംഫർട്ടിൽ തന്നെ ഒന്നൊരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷനും ഒന്ന് ഫിസിക്കലായിട്ടുള്ള കംഫർട്ട് സാറ്റിസ്ഫാക്ഷനും ഉണ്ട് വെഹിക്കിളിൻ്റെ ഉള്ളിൽ. ഓക്കെ. വണ്ടിയെ ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി സ്വാഭാവികമായിട്ടും ഡെഫിനറ്റ്ലി ഒരു സ്പോർട്സ് കാറിനെ ഇഷ്ടപ്പെടും, നല്ല റോഡുകളിൽ നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യും. പക്ഷേ വണ്ടിയുടെ ഉള്ളിലിരുന്ന് കംഫർട്ട് എടുക്കണം എന്ന് കരുതുകയാണെങ്കിൽ ഇതിനെ വി ഹാവ് ടു ഗെറ്റ് യൂസ്ഡ് വിത്ത് ദിസ്. നമ്മളൊരു സമയം എടുക്കും, ഒരു സമയപരിധി എടുക്കും, ഒരു ലേണിംഗ് കർവുണ്ട്, ഒരു ലേണിംഗ് ടൈം പീരിയഡ് ഉണ്ട്. ആ ഒരു പർട്ടിക്കുലർ ടൈം നമ്മളതിലേക്ക് അഡോപ്റ്റ് ചെയ്ത് വരാനുള്ള ഒരു സമയമുണ്ട്. ശരി. അഡോപ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ മാനസികമായി നമ്മൾ പൊരുത്തപ്പെട്ടു. മനസ്സിലായി. കല്യാണം കഴിക്കുന്ന പോലെ തന്നെ. ഓക്കെ.